ഹലോ ഗൈസ് വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ കുറച്ച് റീൽസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ എല്ലാത്തിനും ഇന്ന് പോയി തറയടിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ എല്ലാം നമ്മൾ റീൽസ് ആയിട്ടിരുന്നു. അപ്പോൾ നിങ്ങളെന്ത് വിചാരിച്ചു വീണ്ടും ഇടത്തില്ലെന്നോ? റീൽസ് വിട്ട് പ്രത്യേകിച്ച് വേറെ കളിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് റീൽസ് നോക്കാനായിട്ട് പോകണം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചൊക്കെ ഇപ്പോൾ തന്നെ വീഡിയോയിലോട്ട് പോകാം. എന്റെ പൊന്നെ ഇങ്ങനൊന്നും അടിക്കല്ലേ, ഡേഞ്ചർ ആണ്. ഇങ്ങനെ ശീലം ഇതിനൊക്കെ കണ്ട എങ്ങനെയാണോ പേടിക്കാതിരിക്കുന്നത്? ഞാൻ അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ പുള്ളിക്കാരനെ മുടിക്കാത്ത ഒരു ഇതാ 3 കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. എടാ മോനെ ഇളഹങ്കയുള്ള അടിയുണ്ട്. മുകേഷ് അണ്ണന്റെ രംഗണ്ണന്റെ കോള ഇനി എന്തോ നടക്കുന്നത് ആർക്കറിയാം, നോക്കാം. ഇന്ന് വേഗം പോണം. നാളെ ഡീറ്റെയിൽ ആയിട്ട് മിണ്ട. നിന്റെയൊക്കെ വിളിക്ക് രാത്രി ജോലിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന മേലാൽ വിളിക്കരുത്. ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല. എന്നിട്ട് പിന്നെ വാഴ പിടിക്കുന്നത്. അപ്പൊ റീൽസിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുപോലെ കുറെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ നോക്കാം. ഹലോ, ഞാൻ ജോസ് ചീങ്ങണ്ണി ജോസ്. ഏതാ എന്താണ്? അതെ വാ, നമുക്കൊന്ന് അടിച്ച് കേറാം. മോനെ ചൂടാകണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇക്കരയെന്ന് മുങ്ങിയാൽ അക്കരെ പെണ്ണുങ്ങളുടെ കുളിക്കടയിൽ പൊങ്ങുന്നതിന് നാട്ടുകാർ കിട്ടുന്ന പേരാണ് ചീങ്ങണ്ണി ജോസ്. എങ്ങനെ? അപ്പൊ എനിക്കൊന്ന് കളിക്കണമെന്ന്. ജീൻസ് ഫാൻഡിട്ട ഫ്രീക്കത്തി വേണം, ബോയ് ഫ്രണ്ട് ഇല്ലാത്ത മൊഞ്ചത്തി വേണം, ഫേസ്ബുക്ക് ഇല്ലാത്ത പൈങ്കിളി വേണം. ആരോ എന്റെ ചില വീഡിയോ ഒക്കെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് പറ്റും. ഇവനാണ് ഈ ലൈൻ അടിക്കുന്നതിൽ എല്ലാത്തിനും ഇവൻ കുറ്റം പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ട്. പക്ഷെ അവനിപ്പോ അവസാനം പെണ്ണ് വേണമെന്ന് പോലും നോക്കിയിരുന്നോ, ഇപ്പൊ കിട്ടും. ബ്രേക്കപ്പോ ഇവനോ? ജൂൺ 2 എഴുതിയിട്ടുണ്ടോ? ഇപ്പഴാ മനസ്സിലായി. ജൂൺ 3 സ്കൂൾ തുറക്കാം, അതിന്റെ ബ്രേക്കപ്പാ. അല്ലാതെ ഇവനൊക്കെ ലൈനൊന്നും കാണത്തൊന്നും ഇല്ലായിരിക്കും. ബ്രേക്കപ്പ് എന്നൊക്കെ പറയാൻ കാണത്തില്ലായിരിക്കും, അറിയത്തില്ല. അവന്റെ നെറ്റിയിലോട്ടൊന്ന് സൂക്ഷിച്ചൊന്ന് നോക്കിയേ. OnePlusന്റെ ഫോണിന്റെ ഡിസ്പ്ലേക്കകത്ത് പോലും ഇത്ര വലിയ പച്ചലൈൻ എന്തായാലും കാണത്തില്ല. ഞാനാണ് നിങ്ങളെ പാലക്കാട് ആദി. അപ്പൊ എന്താന്ന് വന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ നിൽക്കാണ്. അപ്പൊ എങ്ങനെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞാൽ ലൈൻ ബസ്സിലാണ് പോണത്. ലൈൻ ബസ്സിലോ സ്കൂളിലോ എങ്ങനാന്ന് വെച്ചാൽ നീ പോയിക്കാൻ എന്തിനാണ് നീ ഇവിടെ വന്ന് പറയുന്നത്? ഞാൻ MSS പോകുന്ന നേരത്താ പഠിക്കുന്നത്. അപ്പോ ഞാൻ എന്താന്ന് വന്ന് പറഞ്ഞാൽ എന്നെ ആദ്യമായിട്ട് ഒരു ഫാൻ ഉണ്ട് പൂന്നേരത്തെ. ആദ്യമായിട്ട് ഫാനുണ്ട് പൂന്നേരത്തെയോ? എന്തുവാടാ ഈ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്ന പോലും ഇല്ല. അവനൊക്കെ സ്കൂളിൽ പോയിട്ട് 4 വർഷം പഠിക്കട്ടെ. ഇവിടെ +2 ആയിട്ട് ഞാനൊക്കെ സ്കൂളിൽ പോകാതെ വീട്ടിൽ ഇരുന്ന് ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. എന്തോ പറയാന്. മാമ കല്ലാരി മാമ ഡാവലിക്കും കളര് മിന്നാരി സിത്ത് കണ്ണാരി മാമ കില്ലാരി. മാസ് കാണിച്ചതാണോ ഇത്? ആക്ഷനും അവൻ തന്നെ, BGM അവൻ തന്നെ, എഡിറ്റ് അവൻ തന്നെ, എല്ലാം അതിനകത്തന്നെ ഉണ്ട്, കണ്ടില്ലേ? അതുകൊണ്ട് നമ്മൾ ഇവന് പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് ലൈൻ സെറ്റ് ആവാത്തവരാണോ? നിങ്ങൾ സിംഗിൾ വിളിയായിട്ട് മടുത്തിരിക്കുന്നവരാണോ? നിങ്ങൾ സിഗ്മ വിളിയായിട്ട് മടുത്തിരിക്കുന്നവരാണോ? എല്ലാം കൊണ്ട് ഇങ്ങനെ മടുത്തിരിക്കുവാടാ. സിംഗിളാ, സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ ഇത് കേട്ടോളൂ. നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും കൂടെ കൂട്ടിക്കോളൂ. ഞാനും ഒരു സിംഗിൾ പാസഞ്ചറാണ്. സിംഗിൾ പാസഞ്ചറോ? ഓ, സിംഗിൾ പാസഞ്ചർ. അങ്ങനെ എന്നാ പിന്നെ നീ ഞങ്ങളോട് കയറുന്നു. എന്തായാലും അതായിരിക്കും ഇച്ചുകൂടെ എന്തായാലും നല്ലത്. സങ്കടങ്ങൾ ആരു തന്നാലെന്താ? പുഞ്ചിരി നമ്മുടെ കയ്യിലല്ലേ ഉള്ളത്. ചിരിച്ചുകൊണ്ട് വേദനകളെ തുടച്ച് തൂക്കിയെറിയണം. പുഞ്ചിരിയോടെ ശുഭദിനം. പറഞ്ഞാലും പിന്നെ കാര്യമുണ്ട്. നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ എന്തായാലും ചിരിച്ചോണ്ടിരുന്നോണം. എന്ത് വലിയ പ്രശ്നം വന്നാലും നമ്മൾ ചിരിച്ചോണ്ടിരുന്നോണം. എക്സാമ്പിളൊക്കെ പറയുവാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ക്ലാസ്സിൽ വെച്ച് മുള്ളി വെച്ചാലും ചിരിച്ചോണ്ടിരുന്നോണം എല്ലാവരും മുമ്പ് വെച്ച്. നല്ല രസമാണ്. ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തേക്കണം. ഇത് ഷോർട്ടായി പോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഞാൻ ലെങ്തായിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ ഈ ടൈം മാനേജ്മെന്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷോർട്ടായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് ഇച്ചിരി കുറവായിരിക്കും വീഡിയോയുടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക. അടുത്ത വീഡിയോ നമുക്ക് എന്തായാലും സെറ്റ് ആക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്ക്. അടുത്തൊരു ബെല്ല് വരും, അതും കൂടെ ഞെക്കി ഓളാക്കിയാലും ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടത്തുള്ളൂ. അപ്പോൾ അതുപോലത്തെ കാര്യം എല്ലാവരും ഒന്ന് ചെയ്ത് വെച്ചേക്കണം. ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം.